विलासिनि जिष्णुनुते भगवति हेशिति कण्ठ कुटुम्बिनि भूरि कुटुम्बिनि भूरि कृते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते निजालय मध्यगते मधुमधुरे मधुकैटभभञ्जिनि कैटभभञ्जिनि रासरते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते प्रमथाधिपते दुरित दुरीह दुराशय दुर्मद दानव दूत कृतान्तमते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते शोणित बीजलते शिव शिव शुम्भ निशुम्भ महाहव तर्पित भूत पिशाचरते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते ഹലോ, നമസ്കാരം. ഞാൻ സരോജിനി ടീച്ചർ, മഞ്ചേരി NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോഗ്രഫി ആണ് പഠിപ്പിച്ചിരുന്നത്. പിന്നെ അതിന് പുറമെ മലയാളവും അതുപോലെ ഇംഗ്ലീഷും എടുത്തിരുന്നു. ഞാൻ മഞ്ചേരി സ്വദേശിയാണ്. അതായത് ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം മഞ്ചേരിയിൽ തന്നെയാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് കൃഷ്ണ പണിക്കർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. എനിക്ക് 2 കുട്ടികളാണുള്ളത്. മോള് സ്മിത, അവൾ ഭവൻസ് വരുണ വിദ്യാലയം എറണാകുളത്തുള്ള അവിടെ ടീച്ചറാണ്. പിന്നെ മോന് ഗിരീഷ് എയർ ഇന്ത്യയുടെ IT ഫീൽഡ് IT ഡിവിഷനിൽ വർക്ക് ചെയ്യുന്നു. 2 പേരും NSS സ്കൂളിൽ തന്നെ LKG മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചവരാണ്. ഹസ്ബൻഡിൻ്റെ മരണശേഷം മകനൊന്നിച്ച് 7 വർഷത്തോളമായി എറണാകുളത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ 1979 NSSൽ ജോയിൻ ചെയ്തത്. 2008 റിട്ടയറായി. ആ വർഷത്തിനിടയിൽ 1 വർഷം ഒതുക്കുങ്ങൽ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ടെമ്പററിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സമയമെല്ലാം 28 വർഷവും ഈ NSSൽ തന്നെയാണ് വർക്ക് ചെയ്തത്. പിന്നെ അന്നെന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ സൗകര്യം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആകെ 2 ബിൽഡിങ്ങും അതുപോലെ തന്നെ കുട്ടികളാണെന്ന് വെച്ചാൽ വളരെ കുറവ്, അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ. അന്ന് പിന്നെ ഹോസ്റ്റലുണ്ടായിരുന്നു. ആ ഹോസ്റ്റലിൻ്റെ വരാന്തയിലായിരുന്നു ഞങ്ങളുടെ സ്റ്റാഫ് റൂം. അങ്ങനെ പരിമിതമായിട്ടുള്ള ഒരു സൗകര്യങ്ങളെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ.
പിന്നീടാണ് ഇന്ന് കാണുന്ന 3 നില കെട്ടിടം, അതുപോലെ തന്നെ നല്ല ഓഡിറ്റോറിയം, ഓരോ ഫ്ലോറിലും 3 ഫ്ലോറിലും പിന്നെ സ്റ്റാഫ് റൂം, അങ്ങനെയൊക്കെയുള്ള പുരോഗതികൾ ഉണ്ടായിട്ടുള്ളത്. അതിനുവേണ്ടി പറയാൻ വെച്ചാൽ പ്രിൻസിപ്പൽമാരായിട്ടുള്ളതായ എല്ലാവരും മാറി മാറി വന്ന പ്രിൻസിപ്പൽ സാറുമാരെല്ലാം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറമെ പരേതനായ രാമചന്ദ്രക്കുറുപ്പ് സാറ്, അതുപോലെ പത്മനാഭൻ നായർ സാറ്, അവരെല്ലാം സ്കൂളിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ചവരാണ്. പിന്നെ അതുപോലെ ടീച്ചേഴ്സും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. കുട്ടികളും അതിനനുസരിച്ച് സഹകരിച്ചിരുന്നു. പിന്നെ ആ സമയം ബാബു സാറ് PTA മെമ്പറായിരുന്നു. അതേസമയം തന്നെ NSSൻ്റെ ബോർഡ് മെമ്പറും കൂടി ആയതുകൊണ്ട് എല്ലാ സഹായ സഹകരണങ്ങളും പെട്ടെന്ന് ചെയ്തു തരാൻ പറ്റിയിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു സ്കൂളായി മാറി. അതായത് രാമചന്ദ്രക്കുറുപ്പ് സാറ്, പ്രിൻസിപ്പൽ സാറ്, അവരെല്ലാം വളരെ സ്ട്രിക്റ്റായിരുന്നു. അത് ടീച്ചേഴ്സിനോടും അതുപോലെ കുട്ടികളോടൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഏറ്റവും നല്ലൊരു സ്കൂളായിട്ട് പിന്നീട് മാറിയത്. നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ നോക്കുക വെച്ചാൽ എല്ലാ വർഷവും 100% വിജയം നേടിയിട്ടുള്ളൊരു സ്കൂളാണ്. അതിന് പുറമെ സ്റ്റേറ്റ് ലെവലിൽ 13ാമത്തെ റാങ്കും കൂടി ലക്ഷ്മി ഗോപകുമാർ എന്നൊരു കുട്ടിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കലാപരമായിട്ട് നോക്കുക വെച്ചാൽ എല്ലാ യുവജനോത്സവത്തിലും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നത്. അതിൽ ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തിലെല്ലാം തന്നെ ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങുകയും നമ്മുടെ സ്കൂളിൻ്റെ പേര് നിലനിർത്തുകയും ചെയ്തിരുന്ന കുട്ടികളായിരുന്നു. കായികപരമായിട്ട് അത് നമ്മുടെ സ്കൂളിൽ നല്ല ഒരു പ്രകടനങ്ങൾ തന്നെയാണ് കാണിച്ചിരുന്നത്. പ്രത്യേകിച്ച് ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, വോളിബോൾ തുടങ്ങിയിട്ടുള്ളതിലെല്ലാം തന്നെ വളരെ നല്ല ജില്ലയിലും അതുപോലെ സംസ്ഥാനത്തിലൊക്കെ വളരെ നല്ലൊരു പ്രകടനങ്ങൾ തന്നെയായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. പിന്നെ ഈ ജില്ലാ യൂത്ത് ഫെസ്റ്റിവലിന് പോകുന്ന സമയത്ത് ഞാനും കൂടി മറ്റ് ടീച്ചേഴ്സെല്ലാം ആണ് കൂടെ പോയിരുന്നത്. അവിടെ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ ആയിട്ട് കുട്ടികളും നല്ല ഡിസിപ്ലിൻഡും അതുപോലെ തന്നെ നല്ല മാതിരി പഠിക്കുന്നവരും മിടുക്കികളൊക്കെ ആയിരുന്നു. ഇന്ന് ലോകത്തിൻ്റെ തന്നെ നാനാഭാഗങ്ങളിൽ നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്ന കുട്ടികൾ കലക്ടറായി, അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, IT ഫീൽഡിൽ എല്ലാം പല ഭാഗങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ളത് കേൾക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല അഭിമാനവും കൊള്ളുന്നു. ടീച്ചർ എന്നുള്ള നിലയിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നുണ്ട്. വരാൻ ഇരിക്കുന്ന അലുമിനി ഈവൻറ്റിന് കുട്ടികളെന്നെ ഓർത്ത് എന്നെ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനം കൊള്ളുന്നു. കഴിയുന്നതും അതിൽ പങ്കെടുക്കാൻ ഞാൻ ശ്രമിക്കാം. വളരെ ആഗ്രഹമുണ്ട് എല്ലാവരെയും കാണാൻ. ഇതിൻ്റെ പുറമെ എല്ലാം I really appreciate my student Mithun for his great effort. He has taken as an organizer. അതിനുവേണ്ടി ഉള്ള എല്ലാ ഭാവുകങ്ങളും അതുപോലെ തന്നെ ഭാവുകങ്ങളും നേരുന്നു. എല്ലാം നല്ല വിജയകരമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ബൈ.